الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെയും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും ധാരാളമായി പഠിപ്പിച്ചൊരു കാര്യമാണ് മുഅ്മിനുകളായ അതല്ലെങ്കിൽ മുസ്ലിമുകളായ എല്ലാവർക്കും ഉണ്ടാവേണ്ട നിർബന്ധമായും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് തഖ്വ എന്നുള്ളത്. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ യഥാവണ്ണം തഖ്വയുള്ളവരായി മാറുക എന്ന് അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ചില ആളുകളൊക്കെ വിചാരിച്ചത് തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക എന്നുള്ളത് മാത്രമാണ് എന്നാണ്. അത് മാത്രമല്ല, മറിച്ച് അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്വ. സലഫുകളായ ഉലമാക്കൾ എന്താണ് തഖ്വ എന്നുള്ളതിന് ധാരാളം നിർവചനങ്ങൾ കിതാബുകളിൽ പറഞ്ഞത് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ തർക്കു മാ ഹറമ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതും വഅദാഉ മഫ്തറദ അല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് അത് നിർവഹിക്കുക എന്നുള്ളതുമാണെന്നാണ്. കുറച്ചുകൂടി വിശാലമായി ആധുനികനായ മരിച്ചുപോയ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, തഖ്വല്ലാഹ്, അല്ലാഹുവിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക, തഖ്വയുള്ളവരായി മാറുക എന്ന് പറഞ്ഞ ഹിയ ഇബാദതുഹു ബിഫിഅലിൽ അവാമിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ അത് മുഖേന അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക, വതർക്കിൻ നവാഹി, എന്തെല്ലാം കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കുക. എന്ത് കാരണമായിക്കൊണ്ട്? അൻ ഖൗഫിൻ മിനല്ലാഹ്, ഇതൊക്കെ ചെയ്യുന്നത് അല്ലാഹുവോടുള്ള ഭയപ്പാട് കൊണ്ടാണ്. അത് മാത്രമല്ല, മറിച്ച് വഅൻ റഗ്ബത്തിൻ ഫീമാ ഇൻദഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗം, ആ സ്വർഗം നമുക്ക് കിട്ടണമെന്ന ആഗ്രഹവും എന്നാൽ നരകശിക്ഷ നമുക്ക് ലഭിക്കരുത് എന്ന ഖൗഫ്, ഭയവും, ഇത് രണ്ടും ഉള്ളതോടൊപ്പം അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും
ചെയ്യുക എന്നുള്ളതാണ് തഖ്വ എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തഖ്വക്ക് രണ്ട് ജനാഹാൻ, രണ്ട് ചിറകുകളാണുള്ളത്. ഒന്ന് അള്ളാഹുവെ അനുസരിക്കുക, ഫിഅലു തആത്ത്, അള്ളാഹു അനുസരിക്കുക എന്നുള്ളതും, രണ്ട് ഇജ്തിനാബു മഅസിയത്തില്ലാഹ്, അള്ളാഹുവോട് ധിക്കാരം പ്രവർത്തിക്കുന്നത് വിട്ടുനിൽക്കുക എന്നുള്ളതുമാണ്. ഇങ്ങനെ രണ്ട് ചിറകുകളാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ഇവിടെ ഇത് സൂചിപ്പിക്കാനുള്ള കാരണം, നമുക്കറിയാം ഖുർആനിൽ ധാരാളം ആയത്തുകളിൽ മുത്തഖീങ്ങളെ സംബന്ധിച്ചും അതിനുള്ള സമറാത്തുകളെ സംബന്ധിച്ചുമൊക്കെ ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം, അഥവാ തഖ്വയിൽ അടിസ്ഥാനമായി നമ്മൾ ജീവിക്കുമ്പോൾ, തഖ്വയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ധാരാളം സമറാത്തുകൾ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സമറാത്ത്, ഒരു ഫായിദ, അത് മുഖേന നമുക്കുണ്ടാകുന്ന വലിയൊരു ഫായിദയാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ നിർവചനം അനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ, ഒന്നാമതായി അവന് ലഭിക്കുന്ന ഒരു ഗുണമാണ് അൽ ആഖിബത്തുൽ ഹമീദത്തുൽ ഹസന ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും അതേപോലെ തന്നെ പരലോകത്തും അവന് ഹസനത്തായ നല്ല ഒരു ഹമീദ, ശ്ലാഘനീയമായ സ്തുത്യർഹമായ ഒരു പര്യവസാനമായിരിക്കും അവന്റെ ദുനിയാവിലും പരലോകത്തും അവനുണ്ടാവുക. എന്ന് പറഞ്ഞ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന കാര്യങ്ങളുടെ അനന്തരഫലം അത് ഖൈറായിരിക്കും. അതുപോലെ തന്നെ ദുനിയാവിൽ അവൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ അവസ്ഥയും ഈമാനോടുകൂടി മരിക്കാനും, അങ്ങനെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവിടെയും അവന് നല്ലൊരു അനന്തരഫലം അഥവാ സ്വർഗം ലഭിക്കുന്ന ഒരവസ്ഥയും അവനുണ്ടാകുമെന്നാണ്. നമുക്കറിയാം ഇതിന്റെ നേരെ വിപരീതമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങളെ വ്യാജമാക്കിക്കൊണ്ട് നിഷേധികളായി ജീവിച്ച ആളുകളുടെ ആഖിബത്തും പര്യവസാനവും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. പല ആയത്തുകളിലും അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഫൻസുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. വ്യാജന്മാരായ അള്ളാഹുവിന്റെ ദീനിനെ വ്യാജമാക്കിയ, തള്ളിക്കളഞ്ഞ വ്യാജന്മാരുടെ ആഖിബത്ത്, പര്യവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. കഴിഞ്ഞ ഖുതുബുകളിലൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ പര്യവസാനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഖിബത്ത് എന്ന നിലയ്ക്ക് മുഴുവൻ ഒരു ജനതയെ, മുകദ്ദിബീങ്ങളായ ജനതയെ മുഴുവനും അള്ളാഹു ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ചില ആളുകളെ, വ്യക്തികളെ അള്ളാഹു ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ചില ആളുകളൊക്കെ തഖ്വയിൽ അടിസ്ഥാനമായി ജീവിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരെ ഉപദ്രവിച്ച കാരണത്താൽ ആ ഉപദ്രവിച്ച പ്രവർത്തനത്തിന്റെ ഫലമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുനിയാവിൽ തന്നെ നിന്ദ കൊടുത്തെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ അക്രമികളായ ചില ആളുകൾ ഉപരോധിച്ചു വധിക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം ആ ചരിത്രം. ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹ്മഹുല്ലാഹ് ആ ഫിത്നയുടെ സന്ദർഭങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട കിബാറിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി, വീട് ഉപരോധിച്ച് വധിക്കാൻ വേണ്ടി വന്നവർ അത് ഈജിപ്തിൽ നിന്നുള്ള ചില ആലാജുകളായിരുന്നു, അഥവാ അനർബികളായ ചില അതിക്രമകാരികളായിരുന്നു എന്നാണ്. അതിൽ നേരിട്ട് കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ജബല എന്നുള്ളൊരു ആളാണെന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടൊരു മഹാനായ സഹാബിയാണ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുമെന്ന് കരാർ ചെയ്തു. അവനുണ്ടായ പര്യവസാനം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു സിരീൻ റഹ്മഹുല്ലാഹ് ആ സംഭവം ചരിത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുമായിരുന്നു എന്ന് അള്ളാഹുവോട് ശപഥം ചെയ്തു. പക്ഷെ ജീവിതകാലത്ത് അതിന് അദ്ദേഹം സാധിച്ചിട്ടില്ല. ആ സംഭവം ചരിത്രങ്ങളിൽ കാണാം. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മഹുല്ലാഹ് പറയുകയാണ്,
കുന്തു അതൂഫു ബിൽ കഅബ, ഞാൻ കഅബയെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഫഇദാ ബിറജുലിൻ യഖൂലു അല്ലാഹുമ്മഗ്ഫിർലി വമാ അസുന്നു അൻ തഗ്ഫിറ ലി. ഒരാൾ കഅബ, ഇബ്നു സീരീൻ റഹ്മഹുല്ലാ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു വ്യക്തി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. ആ മനുഷ്യൻ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, വമാ അസുന്നു അൻ തഗ്ഫിറ ലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇത് രണ്ടും ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഇബ്നു സീരീൻ റഹ്മഹുല്ലാ പറയാ, ഫതഅജ്ജബ്തു മിൻഹു, ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ടിട്ട്. ഫഖുൽതു, എന്നിട്ട് ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ആദ്യം, യാ അബ്ദല്ലാഹ് മാ സമിഅ്തു അഹദൻ യഖൂലു മിസ്ല മാ തഖൂൽ, നീ പറയുന്നത് പോലെ പറയുന്നതായിട്ട് ഞാൻ ഇതുവരെ ആരിൽ നിന്നും കേട്ടിട്ടില്ല. അദ്ദേഹം എങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണമേ, നീ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് രണ്ടും മൂപ്പര് തന്നെ പറയുന്നുണ്ട്, ആ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ഫഖാല അർറജുലു ഇന്നി കുന്തു ഖദ് അഅതൈതു അല്ലാഹ അഹ്ദൻ ലഇൻ മക്കനനി മിൻ ഉസ്മാന ലഅസ്ഫഅന്നഹു, ഞാൻ അല്ലാഹുവോട് ഒരു കരാർ ചെയ്തു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എങ്ങാനും എനിക്ക് കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ അടിക്കുക തന്നെ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ ശപഥം ചെയ്തു. അങ്ങനെ ജീവിതകാലത്ത് അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. ഫലമ്മാ ഖുതില, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. അക്രമികളാൽ വീട് ദിവസങ്ങളോളം ഉപരോധിക്കപ്പെട്ടു. തന്റെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അക്രമികളായ ആളുകൾ സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു. വവുദിഅ ഫീ സരീരിഹി ഫിൽ ബൈത്ത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മയ്യത്ത് ആ കട്ടിലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫകാന الناس يأتون ويصلون عليه وهو في بيته, അദ്ദേഹത്തിന്റെ മയ്യത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലായിരിക്കെ ആളുകളൊക്കെ വന്നിട്ട് അദ്ദേഹത്തെ കാണാൻ വരികയും അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ പറയാ, ഫദഖൽതു ഉസ്ഹിറു അന്നി ഉരീദു സ്വലാത, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയാണ് എന്ന വ്യാജേന അഭിനയിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിച്ചു. ഫലമ്മാ റഅയ്തു അന്നൽ ബൈത ലൈസ ഫീഹി അഹദുൻ, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ആരുമില്ല, ആ വീട്ടിൽ ആരുമില്ല, ഞാൻ സ്വന്തമായി എന്നൊരു അവസ്ഥ അദ്ദേഹം കണ്ടപ്പോ കശഫ്തു അൻ വജ്ഹിഹി, മഹാനായ മരിച്ചു കിടക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തു നിന്ന് കഫൻ പുടവ അദ്ദേഹം നീക്കുകയും ഫസഫഅതുഹു, എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ ആ മരിച്ചു കിടക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ മുഖത്തടിക്കുകയും ചെയ്തു. അദ്ദേഹം പറയാ, വഹുവ മയ്യിത്തുൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തെ മുഖത്തടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫയബിസത് യദി, ആ അടിച്ച സന്ദർഭത്തിൽ തന്നെ എന്റെ കൈ ഉണങ്ങിയ പോലെയായി എന്നാ. അപ്പോ അദ്ദേഹം ചെയ്ത തിന്മയുടെ അനന്തരഫലമായി അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തൊരു ശിക്ഷയാണ്. മഹാനായ ഇബ്നു സീരീൻ റഹ്മഹുല്ലാ പറയുന്നുണ്ട്, റഅയ്തുഹാ, ഞാൻ അദ്ദേഹത്തിന്റെ കൈ അപ്പോ കണ്ടു, യാബിസത്തൻ, ഉണങ്ങിയതായിക്കൊണ്ട്, കഅന്നഹാ ഊദുൻ, ഒരു വിറക് കൊള്ളിയെ പോലെ ഉണങ്ങിയ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ കൈ ഞാൻ കണ്ടു എന്ന് മഹാനായ ഇബ്നു സീരീൻ റഹ്മഹുല്ലാ പറയുന്നുണ്ട്. അപ്പോ ഇത് ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമം ചെയ്ത് അള്ളാഹുവെ തഖ്വയോടുകൂടി ജീവിച്ച വ്യക്തികളെ ഉപദ്രവിച്ചതിന് അനന്തരമായി അള്ളാഹു നൽകിയ ശിക്ഷയാണ്. അപ്പൊ ഏതായാലും തഖ്വയിലല്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, വ്യാജന്മാരായി അല്ലെങ്കിൽ അള്ളാഹുവെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഖിബത്ത് നന്നല്ല എന്ന് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അനന്തരഫലവും അവൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിക്കുമ്പോഴും ഈമാനോടുകൂടി മരിക്കാനുള്ള ഒരു താഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നാണ്. അതിന് പണ്ഡിതന്മാർ ധാരാളം നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നല്ല ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച ആളുകളുടെ ചരിത്രങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ അൽ ഹാഫിളു സിലഫി റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ഒരു സംഭവം നമുക്ക് പാഠമാകാൻ വേണ്ടി സലഫുകളൊക്കെ കിതാബുകളിൽ ഉദ്ധരിക്കുന്ന ഒരു ഇബാറത്താണ്. ഇമാം അൽ ഹാഫിളു സിലഫി, അദ്ദേഹം ഹിജ്റ 576 മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 106 വയസ്സുണ്ട്.
ആ 106 വയസ്സുള്ളപ്പോഴും അദ്ദേഹത്തിന് മരിക്കുന്ന സന്ദർഭത്തിലും അള്ളാഹു തഖ്വയോടുകൂടി ഈമാനോടുകൂടി പരിപൂർണമായും ദീന് ഒരു മനസ്സിനൊരു പ്രശ്നവുമില്ലാതെ ബുദ്ധി നീങ്ങാതെ മരിക്കാനുള്ള ഒരു താക്കത്ത് അള്ളാഹുവോടെ നൽകിയ സംഭവം ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഇമാം ദഹബി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിയറു ആലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ അൽ ഹാഫിൾ അസ്-സിലഫി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, വലം യസൽ യുഖറഉ അലൈഹിൽ ഹദീസു യൗമൽ ഖമീസ് ഇലാ അൻ ഗറബത്തി ശംസ് മിൻ ലൈലത്തി വഫാതിഹി. മഹാനായ അൽ ഹാഫിൾ അസ്-സിലഫി റഹ്മഹുല്ലാഹ് അദ്ദേഹം മരിക്കുന്ന രാത്രിയിൽ അന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ സൂര്യാസ്തമയം വരെ അദ്ദേഹത്തിന് ഹദീസുകൾ ഒരാൾ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. 106 വയസ്സായ ഒരു വ്യക്തിയാണ്. ഹദീസുകൾ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അദ്ദേഹം ആ 106ാമത്തെ വയസ്സിലും മരണത്തോടടുത്ത സമയത്തും വഹുവ യറുദ്ദു അലൽ ഖാരിഇ അൽ-ലഹ്നൽ ഖഫിയ്യ, ആ വ്യക്തി വായിക്കുന്ന ആ ഹദീസിൽ സംഭവിക്കുന്ന അൽ-ലഹ്നുൽ ഖഫി എന്ന് പറഞ്ഞ നിസാരമായ ഗുരുതരമല്ലാത്ത നിസാരമായ തെറ്റുകൾ പോലും 106ാമത്തെ വയസ്സിൽ മരിക്കുന്ന രാത്രിയിൽ അദ്ദേഹം തിരുത്തി കൊടുക്കുമെന്നാണ്. അപ്പൊ അള്ളാഹു കൊടുത്തൊരു ഖൈറാണത്. അങ്ങനെ അദ്ദേഹം വസല്ല യൗമൽ ജുമുഅ അസ്സുബ്ഹ, വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കരിച്ചു. സുബഹി നമസ്കാരത്തിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു എന്നാണ്. ഇത് സലഫുകൾ തഖ്വയുടെ കിതാബുകളിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി, നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി എടുത്തുകൊടുത്ത ഒരു സംഭവമാണ്. ധാരാളം സംഭവങ്ങൾ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറഞ്ഞു, ഫസ്ബിർ, നീ ക്ഷമിക്കണം, ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അവിടെ അൽ ആഖിബത്ത് അത് മുത്തഖീങ്ങൾക്ക് മാത്രമാകുന്നു എന്നാ മഹാനായ മുഫസ്സിർ ഇമാം ബഗവി റഹ്മഹുല്ലാഹ് അദ്ദേഹം അതിനെ തഫ്സീറിൽ വിശദീകരിച്ചത് കാണാം. ഫസ്ബിർ, നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞ അലൽ ഖിയാമി ബി അംരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അത് ജീവിതത്തിൽ നിർവഹിക്കാൻ വേണ്ടി നീ സബ്ർ കാണിക്കണം. വതബ്ലീഗിർ റിസാല, അല്ലാഹുവിന്റെ ദീനിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നീ ക്ഷമ കാണിക്കണം. വമാ തലഖാ മിൻ അദൽ കുഫാർ, കാഫിരീങ്ങളിൽ നിന്നും നമ്മൾ സത്യം പറയുമ്പോൾ ഉണ്ടാകുന്ന പീഡനങ്ങൾ അതിലൊക്കെ നീ ക്ഷമ കാണിക്കണം. കമാ സ്വബറ നൂഹ് അലൈഹിസ്സലാം ക്ഷമ കാണിച്ചതുപോലെ. അദ്ദേഹം 950 വർഷത്തോളം ദഅവത്ത് നടത്തി ധാരാളം ക്ഷമ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ നിങ്ങളും ക്ഷമിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, ഒരു ആഖിബത്ത് നല്ല പര്യവസാനം. ഇമാം ബഗവി റഹ്മഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. എന്താണ് ആഖിബത്ത് എന്ന് പറഞ്ഞ ആഖിറൽ അംരി ബിസ്സആദ വന്നുസ്റ, ഒരു കാര്യത്തിന്റെ അവസാനം എന്ത് ചെയ്താലും അല്ല ജീവിതത്തിന്റെ അവസാനം അനന്തരഫലം അത് സൗഭാഗ്യത്തോടു കൂടിയും അള്ളാഹുവിന്റെ സഹായം കൊണ്ടുമാവുക എന്നുള്ളതാണ്. അത് ലിൽ മുത്തഖീൻ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, അല്ലാഹുവേ ഞങ്ങളുടെ പര്യവസാനം അത് നീ നന്നാക്കി തീർക്കണമേ, ഫിൽ ഉമൂരി കുല്ലിഹ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും, വഅജിർനാ മിൻ ഖിസി ദുനിയ, ദുനിയാവിന്റെ നിന്ദതയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ, വഅദാബിൽ ആഖിറ, പരലോക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, തഖ്വയുടെ ഒരു സമൃദ്ധി മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അഥവാ തഖ്വയോട് കൂടി ജീവിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അനന്തരഫലവും മരിക്കുമ്പോഴും നല്ല നിലയിൽ നല്ലൊരു പര്യവസാനത്തോടു കൂടി നമുക്ക് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമെന്നാണ്. അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. എങ്ങനെയാണ് തഖ്വ നമ്മൾ നേടിയെടുക്കുക? പല ആളുകളുടെയും വിചാരം അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കാതെ തഖ്വ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. അതൊരിക്കലും കഴിയുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയല്, ലാ തകൂനു മിനൽ മുത്തഖീൻ, നീ അള്ളാഹുവെ സൂക്ഷിക്കുന്ന തഖ്വ ഉള്ള ആളുകളെ കൂട്ടത്തിലാകുകയില്ല, ഹത്താ തകൂന ആലിമൻ ബിമാ തത്തഖി, നീ ഏത് കാര്യം കൊണ്ടാണോ അള്ളാഹുവെ സൂക്ഷിക്കേണ്ടത്
ആ സൂക്ഷിക്കേണ്ട കാര്യത്തെ പറ്റി നീ അറിവുള്ളവനാകണം. അതെങ്ങനെ അറിവുള്ളവനാവുക? അപ്പൊ അല്ലാഹ് ദീനിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ദീന് പഠിക്കൽ നിർബന്ധമാണ്. അതല്ലാത്ത കാലത്തോളം അത് മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ ഭൂരിഭാഗം ആളുകളും അള്ളാഹു ഗുരുതരമായി വിലക്കിയ ഹറാമുകളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി പലിശ. എത്ര ഗുരുതരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു വിഷയമാണ് പലിശ. വൻപാപങ്ങളിൽ എണ്ണിയ വിഷയമാണ് പലിശ. പക്ഷെ ആളുകൾ ആ പലിശയുമായി ബന്ധപ്പെട്ടാലുള്ള ശിക്ഷ എന്താണ്, അതിന്റെ ഗൗരവം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അത് അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് എത്ര ആളുകളാ ദുനിയാവിന്റെ മോഹങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ കുറച്ച് ദിവസത്തെ സൗകര്യങ്ങൾക്ക് വേണ്ടി പല ആളുകളും ഇന്ന് ധാരാളം ആളുകൾ പലിശയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദാഹരണമായി ലോൺ എടുക്കുന്ന ആളുകൾ ബിസിനസിന് വേണ്ടി, കച്ചവടം ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കുകയാണ്. പറഞ്ഞാലോ എല്ലാം ന്യായീകരണമാണ്. കച്ചവടം ചെയ്യണമെങ്കിൽ തൽക്കാലം പലിശയുള്ള ലോണൊക്കെ എടുക്കണം, അല്ലാതെ രക്ഷപ്പെടുകയില്ല. വീടുണ്ടാക്കാൻ ആളുകൾ പലിശ ലോണുമായി ബന്ധപ്പെടുകയാണ്. അങ്ങനെ ഹറാമിലൂടെ അള്ളാഹു വിലക്കിയ ഖബറിലും ശിക്ഷയുള്ള, അതേപോലെ തന്നെ നരകത്തിലും ശിക്ഷയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പലിശയുമായിട്ട് എത്ര ആളുകളാണ് ബന്ധപ്പെടാറുള്ളത്? തഖ്വ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ് തഖ്വ വേണോ, അത് നിങ്ങൾ അള്ളാഹുവിന്റെ ദീന് പഠിക്കാതെ ഒരാൾക്കും താടി നീട്ടിയത് കൊണ്ടോ ജുബ്ബ വലുതാക്കിയത് കൊണ്ടോ ഒന്നും തഖ്വ നേടാൻ കഴിയുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണമെന്നാണ്. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുല്ലാഹ് അദ്ദേഹം ജാമിഉൽ ഉലൂം വൽ ഹികം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു, അസ്ലു തഖ്വ, തഖ്വയുടെ അടിസ്ഥാനം അയ്യഅലമൽ അബ്ദു, ഒരു അടിമ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ്. മയത്തഖി, എന്താണ് അള്ളാഹുവിനെ തഖ്വ, എന്താണ് അവൻ സൂക്ഷിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവൻ പഠിക്കേണ്ടതാണ്. അതാണ് തഖ്വയുടെ അടിസ്ഥാനം. സുമ്മയത്തഖി, എന്നിട്ട് അവൻ അള്ളാഹുവെ തഖ്വയോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പല പണ്ഡിതന്മാരുടെയും ചരിത്രങ്ങൾ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ സുലൈമാൻ ഇബ്നു യസാർ റഹ്മഹുല്ലാഹ്, അദ്ദേഹം താബിഈ പണ്ഡിതന്മാരിൽപ്പെട്ട ഉലമാക്കളിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകത നല്ല മുഖഭംഗിയുള്ള, നല്ല സൗന്ദര്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് മഹാനായ മിസ്അബ് ഇബ്നു ഉസ്മാൻ റഹ്മഹുല്ലാ പറയുന്നത് കാണാം, കാന സുലൈമാൻ ഇബ്നു യസാർ, സുലൈമാൻ ഇബ്നു യസാർ മിൻ അഹ്സനിൻ നാസി വജ്ഹാ, ജനങ്ങളുടെ കൂട്ടത്തിൽ നല്ല മുഖസൗന്ദര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഫദഖലത് അലൈഹി ഇംറഅത്തുൻ, സുലൈമാൻ ഇബ്നു യസാറിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. ഫസഅലത്ഹു നഫ്സഹ്, എന്നിട്ട് അദ്ദേഹത്തോട് വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി, ശരീരം പങ്കിടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ സുലൈമാൻ ഇബ്നു യസാർ റഹ്മഹുല്ലാഹ് ഫംതനഅ അലൈഹാ, അത് അദ്ദേഹത്തിന്റെ തഖ്വയാണ്. വ്യഭിചരിച്ചാലുള്ള ശിക്ഷ അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കി അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ചുള്ള ഭയം കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ഫഖാലത് ലഹു ഉദ്നു, നിങ്ങളൊന്നുകൂട്ട് അടുത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഫഖറജ ഹാരിബൻ അൻ മൻസിലിഹി വതറകഹാ ഫിഹാ, അവളെ അവിടെ ഉപേക്ഷിച്ച നിലയിൽ അദ്ദേഹം തന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി, ഓടി രക്ഷപ്പെട്ടു എന്നാണ്. അത്രക്കും സൂക്ഷ്മത പാലിച്ച പണ്ഡിതന്മാർ. അവരൊക്കെ ഈ തഖ്വ എങ്ങനെ കൈവരിച്ചു? അള്ളാഹുവിന്റെ ദീന് പഠിച്ചത് മൂലം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. പല ആളുകളും ദീന് പഠിച്ച് തഖ്വ നേടിയെടുക്കാനുള്ള തടസ്സമായി നിൽക്കുന്നത് ദുനിയാവാണ്. മരിച്ചു പോയാൽ എല്ലാം തീരുന്ന ദുനിയാവിന് വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മഹുള്ളയുടെ ഒരു ഖൗല് ഞാൻ പറയുകയാണ്. ചിന്തിക്കുന്നവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുള്ള പണ്ഡിതന്മാർ ഇതൊക്കെ നമ്മൾ ചിന്തിക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടി നൽകുന്ന പാഠങ്ങളാണ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ഒരു ഖൗലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ലൗ അന്ന ദുനിയ കുല്ലഹാ, ദുനിയാവ് അത് മുഴുവനും, ബിഹദാഫിരിഹാ എന്ന് പറഞ്ഞ ജമീഅ, ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും, ജുഇലത് ലി ഹലാലാ, ദുനിയാവിലെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് ഹലാലാക്കപ്പെട്ടാലും, ലകുൻതു അതകദ്ദറുഹാ,
ഞാൻ അതിനൊരു വേസ്റ്റ് ആയിക്കൊണ്ട് വെറുക്കുന്ന വസ്തുവായിട്ടേ കാണുമെന്ന് മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ലാ പറയുന്നുണ്ട്. ഈ ഖൗലുകളിലൊക്കെ നമുക്ക് ധാരാളം ചിന്തിക്കാനുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ വിട്ടുനിൽക്കുന്നത് അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും. ആ കാര്യങ്ങൾ പോലും എനിക്ക് ഹലാലാക്കപ്പെട്ടാൽ ഞാൻ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കും. അത്രേ ദുനിയാവിനവർ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ മിൻ ജമീഇൽ ദുനൂബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമ്മാ ബഅദു. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിയ അൽ മുഹറം മാസത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച നോമ്പ് ഇൻഷാ അല്ലാഹ് ഈ മുഹറം നോമ്പ് 9ഉം 10ഉം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. അതിന്റെ ഫദ്ലുകളൊക്കെ ധാരാളം പലതവണ നിങ്ങൾ കേട്ടതായിരിക്കും. എന്നാലും അതിന്റെ ഫദ്ൽ നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആശൂറ നോമ്പനുഷ്ഠിച്ചാൽ, മുഹറം 10ന്റെ നോമ്പനുഷ്ഠിച്ചാൽ കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ചെറുപാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശൂറ നോമ്പ് മാത്രമേ അനുഷ്ഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹീന സാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശൂറാ വഅമറ ബിസിയാമിഹി, മുഹറം 10ന് നോമ്പനുഷ്ഠിക്കുകയും അത് അനുഷ്ഠിക്കാൻ വേണ്ടി സഹാബാക്കളോട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് ഇന്നഹു യൗമുൻ തുഅദ്ദിമുഹുൽ യഹൂദു വന്നസ്വാറ, ജൂത ക്രിസ്ത്യാനികൾ വളരെ മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസത്തെ നോമ്പാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഫഇദാ കാനൽ ആമുൽ മുഖ്ബിലു ഇൻഷാ അല്ലാഹ് സുംനൽ യൗമ അത്താസിഅ, ഇൻഷാ അല്ലാഹ് അങ്ങനെയാണെങ്കിൽ അവിടെ കുഫാറുകളോട് എതിരാവുകയാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9നും ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ അടുത്ത വർഷമാകുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് 9നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത് എന്നുള്ള ഹിക്മത്തുകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ 3 ഹിക്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഖ്വയായ, അർജഹായ അഭിപ്രായം അത് ജൂതന്മാരോട് അദ്ദേഹം അന്നൽ മുറാദ മിൻഹു മുഖാലഫത്തുൽ യഹൂദ്, ജൂതന്മാരോട് എതിരാവുക എന്നുള്ളത് എന്നതിനു വേണ്ടിയാണ്. കാരണം എന്താ, ഫിഖ്തിസാരിഹിം അലൽ ആശിർ, ജൂതന്മാർ മൂസാ നബി അലൈഹിസ് ബനു ഇസ്രായേലുകാരെ അവരുടെ ശത്രുവിൽ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതുകൊണ്ട് 10ാമത്തെ ദിവസം അവരെന്ത് ചെയ്യും, മുഹറം 10ന് നോമ്പനുഷ്ഠിക്കാറുണ്ട്. അപ്പൊ അന്ന് മാത്രം നോമ്പനുഷ്ഠിച്ചാൽ അവരോട് എന്ത് ചെയ്യും, സാദൃശ്യം വരും. അതുകൊണ്ട് എതിരാവുവാൻ വേണ്ടി 9ന് കൂടി നോമ്പനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഇതാണ് ഏറ്റവും റാജിഹാഭിപ്രായം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അൽ ഫതാവ അൽ കുബ്ര, അദ്ദേഹം കാഫിരീങ്ങളോട് എതിരാവുക എന്ന വിഷയത്തിൽ ഉദാഹരണം കൊടുത്തത് ഈ ഹദീസാണ്. അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ റഹ്മഹുള്ളയും അർജഹായി ഏറ്റവും പ്രമുഖമായി നൽകിയ ഹിക്മത്ത് അഭിപ്രായം കുഫാറുകളോട്, ജൂതന്മാരോട് എതിരാവണം, അതിനു വേണ്ടിയാണ് എന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു 2 ദിവസവും കൂടി നോമ്പനുഷ്ഠിക്കലാണ് ഏറ്റവും അഫ്ളല് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ പുണ്യം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആ നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കി ഹഖിന്റെ ആളുകളായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി